ഹലോ, എല്ലാവർക്കും നല്ലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കടക്കരയിലട്ടത്തെ നമ്മളിത് കെടാമംഗലത്താണ്. അതെ, സുധര വീട്ടിലാണെന്ന്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ദിവസമായി സുധിക്ക് ഒരു ആഗ്രഹം, ഒരു സംഭവം എടുക്കണം അല്ലേ? അതെ, എന്താണ് സംഭവം? സംബന്ധിച്ചിൽ പറഞ്ഞായിരുന്നല്ലേ, ഇന്നലെ കൊണ്ടോട്ടെ ഫാമിലിയിൽ കണ്ടിട്ടുണ്ടാവില്ല. സുധി ഇങ്ങനെ വീട്ടിലേക്ക് നിൽക്കാൻ പോകണ്ടേ. അപ്പൊ നിങ്ങളുടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ സുധിര എന്താണ് അതെ ബാഗിൽ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ്. കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എപ്പോഴും കൊണ്ടേ നടക്കുന്ന ബാഗ് എന്താണ്, അങ്ങനെ സംഭവം എന്താ കാണിക്കുമോ? പിന്നെ എല്ലാരും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ആ ബാഗ് മൊത്തം കാണിക്കുമ്പോ എല്ലാം പറയാലോന്ന് ഓർത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയൊക്കെ പോകുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെയും കുറച്ച് സാധനങ്ങൾ അവിടെയും വരും. അപ്പൊ ഞാൻ അവിടെ നിന്നുള്ളതെല്ലാം ഇന്നലെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ പെട്ടെന്ന് തോന്നിയാന്ന് അത് എടുക്കാം. അതിന്റെ ഒരു കൊച്ചു വീഡിയോ ഉണ്ട് എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ യൂസ് ചെയ്യണത്, എന്തൊക്കെയാണ് കാണിച്ചു തരാം. എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയണം അവിടെ എന്താന്ന്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബാഗിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ഞെട്ടും. ഇതിന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ നീക്കൂല അറിഞ്ഞൂടാ. അതെ, ഇത് കൊണ്ടു നടക്കണം എല്ലായിടത്തും. ഇപ്പൊ വണ്ടിക്ക് പോകുമ്പോഴായാലും എല്ലാവരും അമ്മയും ചേച്ചി എല്ലാവരും കൂടി കിട്ടും നടക്കണം. എല്ലാവർക്കും അറിയാം ഈ ബാഗിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് അവിടെ പോയിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഞാനാണ് ലിപ്സ്റ്റിക് പിന്നെ ഇടുന്നത്. ഇപ്പൊ ഞാൻ അമ്മക്കും ചേച്ചിക്കൊക്കെ ഇട്ട് കൊടുക്കും. അത് കാരണം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ഇച്ചിരി ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ബാഗ് എന്തായാലും വണ്ടിയിൽ ഉണ്ടാവും. കാറിന് പോകുമ്പോ പ്രത്യേകിച്ച് ഉണ്ടാവും. ടൂ വീലറിന് പോകുമ്പോഴാണ് പിന്നെയും എടുക്കാണ്ട് അവിടെ അടുത്തൊക്കെ പോകുമ്പോഴും. അപ്പൊ നമ്മള് ആ ബാഗ് ഒന്നും പറയാൻ പറ്റൂല. ഞാനതൊരു വാഷ് ബാഗ് മാതിരി നമ്മുടെ സാധനങ്ങൾ മാത്രം കൊണ്ടുനടക്കണ ബാഗാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ അതെ പിന്നെന്ന് വെച്ചാൽ കുറെ എല്ലാവരും മിക്കവരും യൂസ് ചെയ്യണ സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. അതെ, അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യം കാണിച്ചാലേ അല്ലേ? കാണിക്കാൻ പോയാലോ? ബാക്കി നമുക്ക് കാണാൻ പോയി. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരുമിച്ചിട്ട് കാണാൻ പോണ ആളാണ്. അത് നമുക്ക് പോയിട്ട് കണ്ടല്ലോ. വാ, ഞാൻ അയച്ചിട്ട് മാറിയിട്ട് ഇങ്ങോട്ട് ഇതിന്റെ അകത്ത് ഇത് കാണുമ്പോഴെന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. ഇതിന്റെ ഉള്ളില് ഞാൻ ബാഗിന്റെ കാര്യം പറയാട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ബാഗ്. ഞാനിങ്ങനെ ഹാൻഡ് ബാഗ് കൊണ്ട് നടക്കല് കുറവാണ്. നേരത്തെ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ഒരുമിച്ച് പോണ കാരണം മിക്കവാറും വണ്ടിയിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ ഈ ബാഗ് എവിടെ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ലഡാക്ക് വരെ പോയി വന്ന ബാഗാണ്ട്. ഇത് ഞാൻ എവിടെ പോകുമ്പോഴും ഇതെടുക്കും. ബാഗ് എനിക്ക് നന്ദു മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം വന്നപ്പോ ഞാൻ എടുത്തോണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ബാഗ് നന്ദു തന്നതാണ്. ഞാൻ നന്ദുവിനെ സ്മരിക്കുന്നു, ഇവിടെ നിൽപ്പണ്ടട്ടോ. അപ്പൊ ഇത് നമ്മള് ട്രിപ്പ് പോയപ്പോ കൊണ്ടുപോയി. ഇതിന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാം ഉപയോഗപ്പെടുകയും ചെയ്ത്. എന്നിട്ടുണ്ടെങ്കിലും ഞാനും അമ്മയും നന്നായിട്ട് ഉപയോഗിച്ചത്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. എന്നാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ലഡാക്ക് വരെ പോയി വന്ന്. ഇതിന്റെ ഉള്ളില് കാണുന്ന പോലെ അല്ല, ഇതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ കൊള്ളും. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ സാധനങ്ങൾ കൊള്ളും. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ കാണിക്കാം. ഞാൻ ഇതാണ് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ് മോയ്സ്ചറൈസർ. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണിത്. വേറെ ബ്രാൻഡൊക്കെ വേറെ കുറെ ഉണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് ഇതായി. ഇപ്പൊ വീട്ടിലിപ്പൊ ഞാൻ എല്ലാവർക്കും ചേച്ചിക്കും അമ്മക്കൊക്കെ ഇതാണ് കൊടുക്കണത്. ചേച്ചി ഒരെണ്ണം മേടിക്കാൻ ചേച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇതാണ് മോയ്സ്ചറൈസർ. പിന്നെ അടുത്തത് സൺസ്ക്രീൻ ഞാൻ അക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കൂടുതൽ ഉപയോഗിക്കണത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സൺസ്ക്രീനും കൂടെ ഉണ്ടായിരുന്നു. ഇത് കല്യാണത്തിന് പെട്ടിയിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാവില്ലേ, തീർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ 2 സാധനങ്ങൾ. അത് സൺസ്ക്രീനാണ്. പിന്നെ അത് കല്യാണത്തിന്റെ പെട്ടിയിൽ ഉണ്ടായിരുന്ന വേറെ സാധനം. ഇത് സത്യത്തിൽ പൊട്ടിച്ചിട്ടുണ്ട് പൗഡർ. ഞാൻ ഇതിൻ്റെ അകത്ത് വെറുതെ എടുത്തിട്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം പൊട്ട് ഏറ്റവും ചെറുതാണിത്. എന്നാലും നിറയെ ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ട് ഇത് മതി. അതിലും മെയിൻ സാധനം ലിപ്സ്റ്റിക്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത വീഡിയോ ലിപ്സ്റ്റിക് എന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും എനിക്ക് അവിടെ നിന്നും കൂടെ ഒന്ന് പറയണമല്ലോ. ചില സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഇടുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. അപ്പൊ അതുകൊണ്ട് അത് മെയിൻ സാധനമാണ് അല്ലേ? അതെ, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അത്യാവശ്യം നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരിയാണ്, കുളിച്ചില്ലെങ്കിലും നമുക്ക് ലിപ്സ്റ്റിക് ഇടാലോ. അപ്പൊ ഇതെന്ന് പറയണത് മെയ്ബലിന്റെ സെൻസേഷണൽ ആണ്. അത് മെയ്ഡീസി, അതാണ് ഇതിന്റെ ഇത് നെയിം. അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കണത്. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരെണ്ണം വെറുതെ ഇത് എന്തിന്റെയാണെന്ന് ഇൻസൈറ്റിന്റെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ അടപ്പനൊന്ന് ലഡാക്ക് പോയപ്പോ പോയിന്ന്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിടും, അല്ലെങ്കിൽ ഇത് ഒറ്റ ഷെയ്ഡായിട്ട് ഇടും. ഇപ്പൊ ഞാൻ എനിക്ക് വയ്യ. ഇപ്പൊ ഞാൻ ഇട്ടേക്കണത് നന്ദുവിന്റെയാണ്. അതെന്ത് ഇതാണെന്ന് എനിക്ക് അറിയില്ല.
ഇത് പിന്നെ ചീപ്പ്, അറിഞ്ഞൂടാ, അത് പിന്നെ ആർക്കും അറിയാത്തൊരു സാധനം. ഏറ്റവും അത്യാവശ്യമുള്ള സാധനം, നമ്മൾ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകേണ്ട സാധനം അതല്ലേ. പിന്നുള്ളത് എന്താണ്, പിന്നെ അത് ഫേസറും ഉണ്ട്. ഇത് ഞാൻ യൂസ് ആക്കി തുടങ്ങിയിട്ടില്ല, എന്നാലും പഠിക്കാൻ അല്ല ഞാൻ നേരത്തെ യൂസ് ആക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ടാണ് ഇത് മേടിച്ചേക്കണത്. ഇത് ഈ ബ്രാൻഡ് മേടിച്ചിട്ടില്ല. അപ്പൊ ഇത് യൂസ് ആക്കി കഴിഞ്ഞിട്ട് എന്താന്ന് പറയാ, ഇത് ഡെർമാക്കോന്റെ ആണ്. അപ്പൊ അത് പിന്നെ അതേ സിന്ദൂരം, സിന്ദൂരത്തിന്റെ പെട്ടിലിട്ടില്ല, അതിലുണ്ടായില്ലേ? ആ ഉണ്ട്, പിന്നല്ലാണ്ട് ഇതിന്ന് അടുത്തല്ല ഞാൻ തുറന്നത്. ഇത് തുറന്നാ ചെലപ്പോ ഇതേനാ കണ്ട പൊടി, ഇത് നിറഞ്ഞിരിക്കുകയാണ് പൊടി. ഞാൻ അധികം യൂസ് ആക്കാറില്ല. ഇത് ഐടെക്സിന്റെ ഈ സിന്ദൂരത്തിന്റെ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കാണ് കൂടുതൽ ഉപയോഗിക്കണത്. ഇത് തൊട്ടിട്ട് ഇതിന്റെ മീതെ ഒട്ടിയിരിക്കും. അതാണ് ഇതിന്റെ ട്രിക്ക്. ഇതുണ്ടല്ല, ഈ കുങ്കുമം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ആ ചെറിയ ഡപ്പിയിൽ വന്നതില്ലേ, അതല്ലട്ടാ. ഇത് ഒരു മഞ്ഞൾ കുങ്കുമം എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് നമുക്ക് എല്ലാ കടയിലും കിട്ടൂല, പക്ഷെ ഇതിന് നല്ല കളറാണ്. ഇവിടെ നിന്ന് അമ്മ തുടർന്നത് നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേ ക്ലിപ്പ്, കുറച്ച് ക്ലിപ്പ് ഉണ്ട്, കുറച്ച് ബുഷ്. ഇത് ഇത്രയും അല്ലായിരുന്നു, 2-3 ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോന്നേക്കണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഇടും. ഇത് ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും അമ്മ ചിലപ്പോൾ ക്ലിപ്പ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ 2-3 ഇതിനകത്ത് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടാവും. സ്പെയർ ഇട്ടേക്കണത്. പിന്നെ അതെ വാച്ച്, വാച്ചൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ അതെ കണ്ണെഴുതണ ഐലൈനർ, കൺമഷി. പക്ഷെ ഇതെന്താണ് സ്റ്റിക്ക്, കൺമഷി അല്ല. ഇത് ഞാൻ എഴുതാറുണ്ട്. ഇത് ഓർമ്മയുണ്ടാ? ഇത് പൊട്ടിപ്പോയിട്ട് ഇത് പൊട്ടിപ്പോയിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ബാഗ് കഴുകി തന്നു. അതാണ് നമ്മൾ ഇച്ചിരി കറുപ്പൊക്കെ കാണുന്നത്. പക്ഷെ ഇതറിഞ്ഞ വീട്ടില് പുതിയത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മേടിച്ചരാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മേടിക്കണാരും മിണ്ടാഞ്ഞത് അതുകൊണ്ടാണ്. ഇത് പുതിയത് ചേച്ചി ഒരെണ്ണം മേടിച്ചിട്ട് ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ കണ്ണ് ഇത് എഴുതാറില്ല. ഈ സ്റ്റിക്കാണ് ഉപയോഗിക്കണത്. ഇത് ലാക്മേന്റെ ആണ്. അപ്പൊ ആ സ്റ്റിക്ക് ഉപയോഗിക്കും. അപ്പൊ അതാണ് ഇവിടെ വെച്ചിട്ടുണ്ടായ കാരണം എന്റെ പൊട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കമ്മല്, മാല, അതൊക്കെ ഞാൻ ഉപയോഗിക്കണ കമ്മലാണ്. ഇതിപ്പോൾ ഇങ്ങനെ പെട്ടിയിലാക്കി ഇട്ടേക്കണതാണ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ കമ്മൽ ഇതിന് മാച്ച് ആവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റിയിടണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നെയിൽ പോളിഷ്, 2 കളറേ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട്. വെറുതെ എടുത്തിട്ടതാണെന്ന് തോന്നുന്നത്. എന്നാണ് ലഡാക്ക് പോയപ്പോൾ എടുത്തിട്ടതായിരിക്കും ഇത്. പക്ഷെ ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കലില്ല കേട്ടാ. വെറുതെ ഇതിനുള്ളിൽ ഇത്രയും സാധനം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയണത് ഇതിനുള്ളിൽ ഇതുണ്ടെന്ന്. പിന്നെ ലിപ് ബാം ഉണ്ട്. ഇത് ലിപ് ബാം, ഹിമാലയയുടെ ലിപ് ബാം. അത് ലിപ് ബാം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് എപ്പോഴായിരുന്നു അറിയോ? തണുപ്പത്ത് മഞ്ഞത്ത് പോയി കഴിഞ്ഞപ്പോ ഭയങ്കര ഉപയോഗമായിരുന്നു. എല്ലാവരും ഇടുവായിരുന്നിട്ട്, ഞങ്ങള് 3 പേരും ഇടുവായിരുന്നത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോ ഞാൻ ഇട്ട് കൊടുക്കും. നല്ലോണം ചുണ്ടൊക്കെ പൊട്ടി നല്ലോണം ചുണ്ടൊക്കെ പൊട്ടി വരണ്ട്. നല്ല അവശതയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിട്ട് വരുന്നല്ല, ഇട്ട് കൊടുക്കുമായിരുന്നു, വെറുതെ പറയണാണ് അതൊക്കെ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിരുന്നു. പിന്നെ അതേ വിക്സ് ഉണ്ട്, റേസർ, ഫേസ് റേസർ ഉണ്ട്, അത് 2 എണ്ണം. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ചില്ലറ പൈസ കിടന്നാണെന്നാവും. എവിടെയെങ്കിലും നമ്മ എന്തെങ്കിലും മേടിച്ച് ബാക്കി വന്നതാ. ഇത്ര സാധനമുള്ളത് നിരത്തിയിട്ടോട് ശ്രുതിയത് ഇത്ര സാധനങ്ങളാണ് ലേഡീസിന്റെ ഒക്കെ ബാഗിൽ കാണുന്ന ഐറ്റംസ്. ഇതിൽ കൂടുതലുണ്ടാവും ചിലപ്പോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ എപ്പോഴും ഫൗണ്ടേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എപ്പോഴും യൂസ് ആക്കൂല. ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ഇത്, ലിപ്സ്റ്റിക്. കണ്ണെഴുതിയില്ലെങ്കിലും പൊട്ട് തൊട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും ഞാൻ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നല്ല കല്യാണത്തിന് മുന്നേ മുതലേ ഉപയോഗിക്കണതാണിത്. അങ്ങനെയാണ്. പിന്നെ ഞാനിവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഏതാണ് ഷാമ്പു യൂസ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഷാമ്പു. ലോറിയലിന്റെ ഹൈഡ്രലോണിക് ആണ് സംഭവമാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഇതും ഞാനിവിടെ വെറുതെ എടുത്ത് വെച്ചാണ്. ഇത് ബാഗിൽ കൊണ്ട് നടക്കണതല്ല. നമ്മൾ ലഡാക്ക് പോയിരുന്നപ്പോ ഞാൻ ഇതിന്റെ കുഞ്ഞു ബോട്ടിൽ മേടിച്ചിട്ട് ബാഗിൽ ഇട്ടിരുന്നു. നമ്മുടെ ഈ പെട്ടെന്ന് വെല്ലോടത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോ തല കുളിക്കാനൊക്കെ തോന്നുമ്പോ ഷാമ്പു ഉപകാരപ്പെടണമല്ല, അത് ഇട്ടിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ബാഗിലുള്ള സാധനങ്ങൾ. ഈ ബാഗാണ് ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുപോകണത് കേട്ടോ എവിടെ പോകുമ്പോഴും. നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതല്ലാണ്ട് ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ ഒരു ബാഗ്, ഈ ഒരു ചെറിയൊരു ബാഗ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ വെല്ലോടത്തൊക്കെ പുറത്തേക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴാണല്ലോ കൂടുതലും പൈസയും ഫോണും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്.
പിന്നെ ആ ഫോൺ ഉണ്ടാവും. എന്റെ ഫോൺ എന്ത് ചെയ്യും? ഫോൺ എവിടെ വെച്ചിട്ടുണ്ട്? ഫോൺ ഈ ബാഗിന്റെ ഉള്ളിലല്ല, എപ്പോഴും കയ്യിൽ പിടിച്ചേക്കിരിക്കുള്ളൂ ഫോൺ. അതൊക്കെയാണ് ഈ ബാഗിന്റെ ഉള്ളിലുള്ളത്. അപ്പതേ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ബാഗിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ കുറച്ചുള്ളൂ. അങ്ങനെ ക്രീമും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. അതെ അതെ, ഇത്ര കൊച്ചു സാധനങ്ങളാണ് ഈ കൊച്ചു ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കൊച്ചല്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് രീതിയിലുള്ള കുറച്ച് കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്യുക. നമുക്ക് അവിടെ ചെന്നിട്ടാലും കുറച്ച് വെറൈറ്റി വീഡിയോസ് ഒക്കെ വരാനിരിക്കണ്ടല്ലേ? ഞാൻ പറയാം ഏത് വീഡിയോ പറയണ്ട. അത് ഒരു വീഡിയോ ആ സമയത്ത് നമുക്ക് അറിയിക്കേണ്ട. വീഡിയോ മുൻകൂട്ടി കൊടുക്കരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ബാക്കി എന്തായാലും പറയണ്ട. ഇല്ല, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിലെടുക്കാന്ന് പറഞ്ഞല്ലേ. അപ്പൊ മറ്റേതിൽ വേണോന്ന് പറഞ്ഞു. അതിനെടുത്തത് ഞാൻ അതെടുത്ത് സംഭവം അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇനി പോവാൻ പോണത് ഇവിടെ. അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? പ്രതീക്ഷിക്കണം. കാര്യം എന്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, എന്താണ് കമന്റിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഇത് പെട്ടെന്ന് എടുത്ത് പറയാഞ്ഞത്. അപ്പൊ പിന്നെ വാട്സ് ഇൻ മൈ ബാഗും അതും ആവുമല്ലോ. ഇനി അപ്പൊ ഇതാണ് ബാഗ്. അതെ, ഇതാണ് ബാഗ്. ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് ഇത് മതി. ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത്രയും മതി. ഇനിയിപ്പോ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോ വേറെ മേടിക്കാലോ. അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് പക്ഷെ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ സാധനം. കാര്യം ഇതിന്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉള്ളു. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് പോയപ്പോഴായിരുന്നു അല്ലേ? എല്ലാം കൊണ്ടുള്ളൂ സൈഡിൽ വെച്ചാൽ മതി. അപ്പൊ അത്ര സ്പേസ് നമുക്ക് ലാഭം കിട്ടും. അതിൽ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. നമുക്ക് വേണ്ട സമയത്ത് എടുത്തുണ്ട് ഉപയോഗിക്കുക. വെയിറ്റും കുറവാണ്. അപ്പൊ അങ്ങനെ കുറെ ഉപകാരപ്പെട്ട ബാഗാണ്. അതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കുറച്ചുകൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കാണിച്ചു തന്നത്. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി അമർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.